പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം. താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന റെക്കോർഡുകളും മരുന്നുകളും സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. പുക പടർന്നതോടെ രോഗികളെ പൂർണ്ണമായും മറ്റ് വാർഡുകളിലേക്ക് മാറ്റി. ആർക്കും പരിക്കില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വൈദ്യുതി ഷോർട്ടായി ഒരേ തീപിടുത്തം. ആളുകളൊക്കെ കുറ്റിയൊക്കെ എടുത്ത് കൂടി പൈസയും കൂടി എടുക്കാതെ ഫോണും കൂടി എടുക്കാതെ ജീവനെ രക്ഷാതെ തുടങ്ങി ഒറ്റ ഓട്ടമാണ്. എനിക്ക് 77 വയസ്സായി. എൻ്റെ ജന്മത്തിൽ ഇതുമാതിരി ഒരു സംഭവം നടന്നിട്ട് ദൈവം എല്ലാവരെയും കാണും. ഇത് ഇവിടെ വനിതാ ബ്ലോക്കിലല്ലായിരുന്നോ? സിസ്റ്റർമാരൊക്കെ ഉണ്ട്. വനിതാ ബ്ലോക്ക് സിസ്റ്റർമാരുടെ അടുത്ത റൂമിൽ ഷോർട്ടായി ഒരേ ചകം പോകാം ഒക്കെ ഓടിക്കോളി ഓടി രക്ഷപ്പെട്ടോളി ഒരു സൗണ്ട് ഒരേ തീ പടർന്നോ? തീ നന്നായിട്ട് പറന്നു പിടിച്ചിരുന്നു. ഒരേ പോകാം. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നന്ദഗോപാൽ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എങ്ങനെ തീപിടിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? അമൃത, ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ സർജിക്കൽ ഐസിയുവിനും ഒപ്പം തന്നെ വനിതകളുടെ വാർഡിനും സമീപത്തായുള്ള മുറിയിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. ഇവിടെ ആശുപത്രികളുടെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്, ഒപ്പം നഴ്സുമാർക്ക് വസ്ത്രം മാറാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെയാണ് പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായത്. പുക ഉയർന്നതോടുകൂടി ഈ ഐസിയുവിൽ നിന്നുമൊക്കെയുള്ള രോഗികളെ ഉടൻ തന്നെ ആശുപത്രി അധികൃതർ അവിടെ നിന്നും മാറ്റുകയായിരുന്നു. പിന്നാലെ ഫയർഫോഴ്സ് എത്തി അവിടെ തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. നിലവിൽ നടത്തിയ ഒരു പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടാണ് ആ തീപിടുത്തത്തിന് കാരണമെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഏതായാലും ഈ ആശുപത്രി അധികൃതരുടെ ഈ സമയോചിതമായ ഒരു ഇടപെടലിനെ തുടർന്ന് വലിയൊരു അപകടമാണ് ഒഴിവായത്. ആർക്കും ഈ ഒരു അപകടത്തിൽ, ഈ ഒരു തീപിടുത്തത്തിൽ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.